നമസ്കാരം. രാജ്യത്തിപ്പോൾ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 79 മണ്ഡലങ്ങളിൽ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അട്ടിമറി നടന്നുവെന്നും സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് കൂട്ടുനിന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എന്തോ തകരാറുണ്ട്. 5 കോടിക്ക് മുകളിൽ വോട്ടുകളുടെ കൃത്രിമത്വം ഇവിടെ നടന്നിരിക്കുന്നു. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. ചില മണ്ഡലങ്ങളിൽ അത് 12.5% വരെയൊക്കെ എത്തിയത് വലിയ രീതിയിലുള്ള സംശയം ഉളവാക്കുന്ന കാര്യമാണ്. നിങ്ങൾ കട്ടോ, പക്ഷെ ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കക്കരുത്. തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ശതമാനത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. എന്താ പ്ലാനിങ്? മാത്രമല്ല 79ഓളം മണ്ഡലങ്ങളാണ് ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള അട്ടിമറി നടന്നു എന്ന് ഈ ഒരു സ്ഥാപനം പറയുന്നത് തന്നെ. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. രാജ്യത്തൊട്ടാകെ ഈ 79 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം അത് കേരളത്തിൽ നിന്നുണ്ട്. എന്റെ വാക്കാണ്. അത് ലോ ക്ലാസുകൾ ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഹൈ ക്ലാസുകൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. അത് തൃശ്ശൂരാണ്. ഇതോടെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയമാണ് ചർച്ചയാകുന്നതും വലിയൊരു ചോദ്യമായിട്ട് തന്നെ മാറുന്നതും. നീ വിഷമിക്കാൻ, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു മുൻപ് വരെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. നമുക്കറിയാം, തൃശ്ശൂരിലെ ട്രെൻഡ് അനുസരിച്ച് VS സുനിൽകുമാർ ജയിക്കുമെന്നായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന ഒരു ധാരണ. മുരളീധരൻ 2ാമത് വരികയും സുരേഷ് ഗോപി 3ാമതും വരുമെന്നായിരുന്നു ധാരണ. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് 70,000-ലധികം വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചു കയറി. ജയിച്ചു കയറിയതിനു ശേഷമാണ് സുരേഷ് ഗോപിയുടെ തനിക്കോണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. മുൻപ് സുരേഷ് ഗോപി പറഞ്ഞത് ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഏതാണ്ടൊക്കെ ചെയ്യുമെന്നായിരുന്നു. വെറും വാഗ്ദാനം കിട്ടുകയില്ല, അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. ഒടുവിൽ കേരളത്തിന് അർഹതപ്പെട്ട അല്ലെങ്കിൽ കിട്ടുമെന്ന് പോലും പ്രതീക്ഷിച്ച എയിംസും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. എയിംസിന് സ്ഥലം പോരെന്നാണ് ജയിച്ചു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ കണ്ടെത്തൽ. അതായത് 150 ഏക്കറൊന്നും മതിയാവില്ല. ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് തിരിമറി നടന്നതിൽ തൃശ്ശൂരും ഉൾപ്പെട്ട സ്ഥിതിക്ക് ഇനി സുരേഷ് ഗോപിയുടെ കാര്യം തുലാസിലാകും. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിലൊന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ BJP ഹൈജാക്ക് ചെയ്തു എന്നാണ് ആരോപണം. എന്ത് പറ്റിയടാ? ഒന്നെങ്കിൽ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കള്ളവോട്ട് ചെയ്യുക, അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുകൾ മാറ്റുക എന്നീ സാധ്യതകളാണ് ഇപ്പോൾ കാരണമായിട്ട് പറയുന്നത്. വെറുതെ വഴിയെ പോയ വയ്യാവേലിയില്ല പിടിച്ചു വെച്ച് ആകെ നാണക്കേടായി. നാണം കിടന്ന നമുക്ക് പുത്തിരിയൊന്നുമല്ലല്ലോ. അതേയുള്ള ആകെ ഒരു ആശ്വാസം. ഏതായാലും ഈ ഒരു ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സഹമന്ത്രിയായി 1 മാസം തികയുന്നതേ ഉള്ളൂ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ 10,000-ഓ അല്ലെങ്കിൽ 15,000-ഓ വോട്ടുകളുടെയൊക്കെ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ ഈ ഒരു സംശയത്തിന് പോലും ഇട നൽകില്ലായിരുന്നു. അതും തൃശ്ശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ എങ്ങനെ ഇത്രയും ഭൂരിപക്ഷം കിട്ടി എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പറഞ്ഞതുപോലെ ചെയ്യാവൂ. കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയെന്തിന്? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ചോർത്ത് തൃശ്ശൂർകാർ പോലും ലജ്ജിക്കുകയാണ്. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. ഏതായാലും
EVM-ൽ അട്ടിമറി നടന്നുവെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ MP സ്ഥാനം നഷ്ടമാകും. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. എന്ത് ചെയ്യും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ, ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരതമാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. ചുരുക്കി പറഞ്ഞാൽ ഇനി അധികകാലം സുരേഷ് ഗോപിക്ക് ഈ മന്ത്രി കസേരയിൽ തുടരാനാവില്ല. അല്ലെങ്കിൽ തന്നെ മനുഷ്യ കത്ത് പിടിച്ച് നിൽക്കുക. എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ.